സമാധാന കരാറുകൾ ലംഘിച്ച് വീണ്ടും ലബനാനിൽ ആക്രമണം നടത്തിയ ഇസ്രായേലിനെ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ 52-ാം ബറ്റാലിയന്റെ കമാൻഡർ അടക്കം 4 സൈനികരെയാണ് ടാങ്കിലിട്ട് ചുട്ടുകരിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള ടാങ്ക് ആക്രമിച്ചുകൊണ്ടാണ് ഈ സൈനികരെ വധിച്ചിരിക്കുന്നത്. ഇന്ന് മാത്രം ഹിസ്ബുള്ള 3 ടാങ്കുകൾ നശിപ്പിച്ചു. ഇതിനെക്കുറിച്ച് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ വലിയ ദുരന്തം എന്നാണ്. അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലബനാനിൽ ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ച് ഇറാൻ വീണ്ടും ഹോർമുസ് കടലിടുക്ക് അടച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ലബനാനിൽ വെടിനിർത്തൽ സാധ്യമാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ അമേരിക്കക്ക് ആവുന്നില്ല എങ്കിൽ ഞങ്ങൾ ഹോർമുസ് കടലിടുക്ക് അടക്കാൻ പോവുകയാണ്. ഏതെങ്കിലും കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ ലക്ഷ്യം വെക്കുമെന്നും കരിച്ചു കളയുമെന്നുമുള്ള മുന്നറിയിപ്പാണ് ഇറാന്റെ IRGC ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ ട്രംപിന് വലിയ ഒരു തിരിച്ചടി ആയിരിക്കുകയാണ്. കാരണം ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ട്രംപ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ യുദ്ധം തുടരുകയായിരുന്നുവെങ്കിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ കഴിയില്ല. ഇറാന് നേരെ ശക്തമായ ആക്രമണം നടത്താൻ കഴിയും, പക്ഷേ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കും. ഇപ്പോൾ തന്നെ അമേരിക്കയിൽ 4 ആഴ്ച കഴിഞ്ഞാൽ ഇന്ധനക്ഷാമം നേരിടാൻ പോവുകയാണ്. അതുപോലെ ലോകത്തൊക്കെയും ഇതിന് സമാനമായ രീതി തന്നെയാണ് വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ വെടിനിർത്തലിന്റെ മുമ്പെല്ലാം ട്രംപ് പറഞ്ഞത് ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഇന്ധനം ഉണ്ട് എന്നാണ്. വേണ്ടവർ അതിനുവേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടെ ട്രംപ് പറഞ്ഞത് വലിയ ദുരന്തം അമേരിക്കയിൽ ഉണ്ട് എന്നാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഇറാന് കൂടുതൽ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ലബനാനിൽ വെടിനിർത്തൽ നിലവിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ, അമേരിക്കക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ വീണ്ടും ഹോർമുസ് കടലിടുക്ക് അടച്ചതായി പ്രഖ്യാപിക്കും. എന്നാൽ ഇന്ന് മറ്റൊരു വാർത്ത 2 മണിക്കൂർ മുമ്പ് വന്നിരിക്കുന്നത് ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിലേക്ക് ഇന്ന് മുതൽ അവർ എത്തിയിരിക്കുന്നു. ഇനി വെടിനിർത്തൽ ലംഘിക്കുകയില്ല, ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയില്ല എന്ന് അവർ ധാരണയിൽ ആയിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് എന്താണ് പ്രഖ്യാപിക്കുന്നത് എന്നത് വ്യക്തമല്ല. നിലവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വരച്ച വരക്കുള്ളിൽ നിർത്താൻ ഇറാൻ ഇപ്പോൾ സാധിക്കുന്നു എന്നതാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഈ യുദ്ധത്തിലൂടെ ഉണ്ടായ ഏറ്റവും വലിയ ഒരു നേട്ടം. മാത്രമല്ല, ഇന്ന് അമേരിക്കയിൽ നിന്ന് JD വാൻസ് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ ഈ ഒരു 2 മാസത്തിനിടയിൽ ഇറാനുമായി യുദ്ധം ചെയ്തിട്ടുണ്ട്, 2-3 മാസത്തിനിടയിൽ. എന്നാൽ അവിടെ 2% പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത് അമേരിക്കയുടേതാണ്. അമേരിക്ക ടാക്സ് നൽകുന്ന ആയുധങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ അമേരിക്ക പറയുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണം. ഈ രീതിയിലുള്ള വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് ഇസ്രായേലിന് ഗുണം ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും ശക്തമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കരാർ ഇറാന് പൂർണ്ണമായും അനുകൂലമാണ്. ഇറാന് എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു കരാറിലേക്കാണ് ട്രംപ് എത്തിയിരിക്കുന്നത് എന്ന രീതിയിൽ 2 വിഭാഗവും ട്രംപിനെ വിമർശിക്കുകയാണ്. നെതന്യാഹുവിനൊപ്പം ചേർന്ന് ഇറാനെ ഇല്ലാതാക്കാൻ, ഇറാനെ അട്ടിമറിക്കാൻ, ഇറാന്റെ ഭരണമാറ്റം നടത്താൻ, ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ തകർക്കാൻ, ഇറാന്റെ ആണവോർജ ഫെസിലിറ്റികളെല്ലാം തച്ചുടക്കാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ ഈ 2 പേരും ഇപ്പോൾ ലോകത്തിനു മുന്നിൽ വിമർശിക്കപ്പെടുകയാണ്, വഷളാവുകയാണ്. ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, തങ്ങൾ ഉദ്ദേശിക്കുന്ന ശത്രുവിന്റെ എല്ലാ പ്രഹരവുമേറ്റ് നിസ്സഹായരായി തിരിച്ചു പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാനിൽ ആക്രമണം നടത്തിയപ്പോൾ ലബനാൻ പോലും ഈ കരാറിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഇറാന് സാധിച്ചു എന്നത് ഇറാൻ ഈ യുദ്ധത്തിൽ നേടിയെടുത്ത ഏറ്റവും വലിയ നേട്ടമാണ്. അതുപോലെ അവർക്ക് കാലങ്ങളായി നിലനിൽക്കുന്ന ഉപരോധങ്ങൾ പോലും ഈ യുദ്ധത്തിലൂടെ ഇല്ലായ്മ ചെയ്യാൻ, മാത്രമല്ല അവർക്ക് ലോക തലങ്ങളിൽ ഏറ്റവും വലിയ സ്ഥാനം നൽകാൻ, ലോകത്ത് ഇറാൻ ഒരു സൂപ്പർ പവറാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ അത് പരസ്യപ്പെടുത്താൻ ഈ യുദ്ധം ട്രംപും നെതന്യാഹുവും വിനിയോഗിച്ചു എന്നതൊക്കെയാണ് ഇപ്പോൾ ലോകം വിലയിരുത്തുന്നത്. എന്തായാലും നഷ്ടങ്ങൾ മാത്രം ബാക്കി വെച്ച് ഒരു കരാറിലേക്ക് പോയ ദുർഗതിയാണ് ട്രംപിനും നെതന്യാഹുവിനും ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിലും ഇസ്രായേലും ഈ 2 നേതാക്കൾക്കെതിരെ എന്താണ് ഇനി വരാൻ പോകുന്നത് എന്നത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല.